ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പ് ചെലവ് കണക്കിൽ ഉരുണ്ട് കളിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തിടുക്കത്തിൽ തയ്യാറാക്കിയപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ പിഴവുണ്ടായി. നന്ദഗോവിന്ദം ഭജൻസിന് തുക നൽകിയെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് പിശകാണ്. മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ തുക ചെലവഴിച്ചു എന്ന പരാമർശം ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇല്ലെന്നുമാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. വാർത്താക്കുറിപ്പിറക്കാതെ കൃത്യമായി കണക്ക് ദേവസ്വം ബോർഡ് കോടതിയിൽ കൊടുക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുടെ തുടർച്ച പോലെയാണ് ഹൈക്കോടതി നിരീക്ഷണത്തിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിലുണ്ടായത്. മുഖ്യമന്ത്രിയുടെ പടം വെച്ചുകൊണ്ട് കേരളം മുഴുവൻ ഫ്ലെക്സ് ബോർഡ് അടിച്ച് അതിൽ നിന്ന് PR വർക്ക് നടത്തി ആഗോള അയ്യപ്പ സംഗമം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച ആളുകൾ ഇപ്പോൾ ആരെയും കാണാനില്ല. കട്ടവരെ കാണാനില്ല. ഇപ്പോൾ ആർക്കും പങ്കില്ല എന്താ പറയുക. പിന്നെ ഇത് ആരാ നടത്തിയത്? ഗവൺമെൻറ്റിന് പങ്കുണ്ട്. കാരണം സർക്കാരിൻ്റെ പിന്തുണയോടുകൂടിയാണ് ദേവസ്വം ബോർഡ് അത് നടത്തിയത്. ഈ സർക്കാർ നടത്തിയ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അന്നത്തെ അംഗങ്ങളും എന്ന് പറയുന്നത്. ഇവരെല്ലാവരും കൂടി ചേർന്ന് നടത്തിയതാണ്. അയ്യപ്പൻ്റെ പേരിൽ വേണോ ഈ തട്ടിപ്പ്? എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളതാണ്. അങ്ങായിരുന്നു ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. എന്നിട്ടിപ്പോൾ എല്ലാവരും ദേവസ്വം മന്ത്രി അടക്കം എല്ലാവരും കൈകഴുകി പോയാൽ ഈ കോടികൾ കൊള്ളയടിച്ചതിന് ആര് ഉത്തരവാദിത്വം പറയും? അതിന് കണക്ക് പറഞ്ഞേ മതിയാവും. ആരാണ് അതിന് ഉത്തരവാദിയെങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നേ മതിയാവും. വാസവന് കച്ചേരി എന്താ, ഗാനമേള എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒന്നും മനസ്സിലായില്ല, ആരോ കച്ചേരി നടത്തുന്ന കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഇനിയിപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇനി വിഗ്രഹം മാത്രമേ അവിടെ ബാക്കി. വിഗ്രഹം പിന്നെ സ്വർണത്തിലൊന്നും അല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് അത് മാത്രം എടുത്തു കൊണ്ടുപോയിട്ടില്ല, ബാക്കി എല്ലാം കൊണ്ടുപോയി. അയ്യപ്പ സംഗമത്തോടുകൂടെ ദേവസ്വം ബോർഡിൻ്റെ കാശും കൊണ്ടുപോയി. അപ്പോൾ ഇത് കൊള്ളയാ നടന്ന്, വെറും കൊള്ള. ഒരു പക്ഷേ വീരപ്പൻ ഇവരെ കണ്ടാൽ സാഷ്ടാംഗം നമസ്കരിക്കും. അദ്ദേഹത്തിനെ പോലും തോൽപ്പിച്ചു. അദ്ദേഹം ജീവിക്കാൻ വേണ്ടിയാണ് കൊള്ള നടത്തിയത്. ഇത് ഭരിക്കാൻ ഏൽപ്പിച്ചിട്ട് കൊള്ള നടത്തുക. അതുകൊണ്ട് വാസവൻ രാജിവെക്കണം. അതിൽ കുറഞ്ഞ ഒരു ഡിമാൻഡും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. പുറത്തുവന്ന കണക്കുകൾ തെറ്റാണെന്നും ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളതാണെന്നുമാണ് LDFന്റെ വാദം. ഈ കണക്കുകളൊന്നും കൊടുത്ത കണക്കല്ല, കൃത്യമായ കണക്കല്ല. അത് എസ്റ്റിമേറ്റാണ്. അതിനുശേഷമുള്ള കണക്ക് പറയുന്നുണ്ട്. ആ കണക്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അത് വാർത്ത ശരിയായി വരട്ടെ, വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ശരിയല്ല, അതെ അല്ല, തെറ്റാണ്. ഇങ്ങനെ വാർത്ത കൊടുക്കുന്നത് ജനങ്ങളെ പറ്റിക്കാനാണ്. അതേസമയം ആഗോള അയ്യപ്പ സംഗമ വിവാദത്തിലും ശബരിമല സ്വർണ്ണക്കൊള്ളയിലും ഉദ്യോഗസ്ഥരെ പഴിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് രംഗത്തെത്തി. ഉദ്യോഗസ്ഥരുടെ അലംഭാവം കാരണം പേരുദോഷം കേൾക്കേണ്ടി വരുന്നു. വസ്തുതകൾ എന്തായാലും പുറത്തുവരുമെന്നും PS പ്രശാന്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ് റാവുത്തർ, വലിയ കൊള്ള ശബരിമലയിൽ, സ്വർണ്ണക്കൊള്ള. അതിനു പിന്നാലെ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടും വലിയ തട്ടിപ്പുകൾ നടന്നുവെന്നാണ്. പക്ഷേ ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇതിൽ ഉരുണ്ട് കളിക്കുകയാണ്. കൃത്യമായ കണക്ക് പുറത്തുവിടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. മന്ത്രി VN വാസവന്റെ രാജി പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. ഈ നിലയിൽ വലിയ തട്ടിപ്പുകൾ നടന്നതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോഴും പുറത്തുവരുന്ന വാർത്തകൾ. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഷഫീദ്? ദിലീപ് കുമാർ, കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വരവ് ചെലവ് കണക്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഗുരുതര ക്രമക്കേടുണ്ട് എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നത്. പിന്നാലെ ഇപ്പോൾ ഒരു വിശദമായിട്ടുള്ള വാർത്താക്കുറിപ്പുമായി, ഒരു വിശദീകരണവുമായി ദേവസ്വം ബോർഡ് രംഗത്തെത്തുകയാണ്. അക്കാര്യത്തിൽ കൃത്യമായ കണക്കുകൾ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. പക്ഷേ ഓരോ കാര്യത്തെക്കുറിച്ചും പുറത്തു വന്ന വിവരങ്ങളിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഗസ്റ്റ് ഹൌസ് നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ തുക ചെലവഴിച്ചു എന്നൊരു പരാമർശം അതിലില്ല, ഓഡിറ്റ് റിപ്പോർട്ടിലില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. മാത്രവുമല്ല, ഇത് ജനറൽ എക്സ്പെൻസിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള അറ്റകുറ്റപ്പണികളാണ്. ഇതിനായി 3,83,439 രൂപ വകയിരുത്തിയതാണ്. അത് ബാക്കിയുള്ള ആളുകൾ, അതായത് VIP-മാർ അടക്കമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാനല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. രണ്ടാമത്തേത് നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവരെ പരിപാടി നടത്താൻ ശ്രമിച്ചിരുന്നു, എന്നാൽ ആ ദിവസം അവർക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് അറിയിച്ചു. പിന്നാലെയാണ് ഇഷാൻ ദേവിനെ സമീപിച്ചത്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആളുകളെ വെച്ച് ഈ പരിപാടി നടത്തി. അങ്ങനെ 8 ലക്ഷം രൂപ അതിനുവേണ്ടി ചെലവായി. അത് നൽകിയപ്പോൾ ഇവന്റ് മാനേജ്മെന്റ് ഏജൻസി ദേവസ്വം ബോർഡിന്റെ ചാർട്ടേഡ് അക്കൗണ്ടിന് സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റിൽ അശ്രദ്ധയുണ്ടായി എന്നുള്ള കാര്യം ദേവസ്വം ബോർഡ് പറയുന്നുണ്ട്. അങ്ങനെയാണ്
ഇഷാൻ ദേവിന് കൊടുത്ത പണം നന്ദഗോവിന്ദ ഭജൻസിന് വേണ്ടി എന്ന രീതിയിൽ വരികയും അത് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കുകയും ചെയ്തെന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തേത് ഇവന്റ് മാനേജ്മെന്റ് ഏജൻസിയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന ഇവന്റ് മാനേജ്മെന്റ് ഏജൻസിയെ ദേവസ്വം ബോർഡ് ഈ പരിപാടിയുടെ നടത്തിപ്പ് ഏൽപ്പിക്കുകയായിരുന്നു. മാത്രമല്ല അതുവഴി ആ അക്കൗണ്ടിൽ അതുവഴി ചില കാര്യങ്ങൾ അവർ നടത്തിയെന്നുള്ള കാര്യം പറയുന്നുണ്ട്. രണ്ടാമത്തേത് സ്പോൺസർഷിപ്പ് തുകയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത് ഇതുവരെ ലഭിച്ച സ്പോൺസർഷിപ്പ് തുക 3 കോടിയാണ്. 2 കോടി രൂപ ധനലക്ഷ്മി ബാങ്കും 1 കോടി കേരള ബാങ്കും നൽകി. ഇതിനു പുറമെ അദാനി ഗ്രൂപ്പ് 1 കോടി രൂപ നൽകുമെന്ന വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. ഈ ലഭിച്ച 3 കോടി രൂപ 17/10/2025 ദേവസ്വം ബോർഡ് ജനറൽ ഫണ്ടിൽ നിക്ഷേപിച്ചുവെന്നും അതിലൂടെ അഡ്വാൻസായി നൽകിയ കോർപ്പസ് ഫണ്ട് തിരിച്ചെത്തിയിട്ടുണ്ടെന്നും പ്രത്യേക അക്കൗണ്ടിൽ പലിശ ഉൾപ്പെടെ 1,74,40,000 രൂപ അവശേഷിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നീട് അവർ പറയുന്നത് ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ആരോപണമാണ്. അതിൽ ഗസ്റ്റുകൾക്ക് പുറമെ അവിടെ ഉണ്ടായിരുന്ന ശബരിമലയിൽ ഉണ്ടായിരുന്ന മറ്റ് ദേവസ്വം ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഭക്ഷണത്തിന് തുക വർദ്ധിപ്പിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഏതായാലും ഇത് അവസാനിപ്പിക്കുന്നത് വിശദീകരണക്കുറിപ്പ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. കോടതി നിശ്ചയിച്ച സമയപരിധി പാലിക്കേണ്ടതിനാലാണ് ചാർട്ടേഡ് അക്കൗണ്ടിന്റെ റിപ്പോർട്ട് കൂടുതൽ വിശദ പരിശോധനയ്ക്കായി മുമ്പ് സമർപ്പിക്കേണ്ടി വന്നത്. റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയ ന്യൂനതകൾ പരിഹരിച്ച് ബില്ലുകളുടെ ആധികാരികതയും സുതാര്യതയും ഉറപ്പാക്കിയ ശേഷമേ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ എന്നും ഈ മാസം 17 ചേരുന്ന ബോർഡ് യോഗത്തിൽ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നു. അപ്പോഴും ഇതിലൊക്കെ കൃത്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. മാത്രമല്ല ഏതെങ്കിലും തരത്തിലെ സാങ്കേതിക പിഴവ് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ച് ദേവസ്വം ബോർഡിന് തലയൂരാനും കഴിയില്ല. അതിന് പിന്നാലെയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് മേൽ ഈ വീഴ്ചകളിൽ പഴിചാരുകയാണ് അദ്ദേഹം പറയുന്നത്. ഉദ്യോഗസ്ഥരുടെ അലംഭാവം കാരണം ഉണ്ടാകുന്ന പിഴവുകൾക്ക് പോലും പേരുദോഷം കേൾക്കേണ്ടി വരുന്നു. വസ്തുതകൾ എന്തായാലും പുറത്തുവരും. അതുവരെ ദുഃഖഭാവത്തോടെ സഹിക്കുകയെ നിവൃത്തിയുള്ളെന്ന് PS പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ദിലീപ് കുമാർ. ഷഫീദ്, ഇക്കാര്യത്തിലെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ തന്നെ ഉദ്യോഗസ്ഥരെ പഴിചാരുകയാണ് വീഴ്ചകളുടെ കാര്യത്തിൽ. പഴിചാരുകയോ അല്ലെങ്കിൽ അവർ തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്യുകയോ ചെയ്തതെന്ന് കരുതട്ടെ. പക്ഷേ ഈ തലപ്പത്തുള്ളവരൊക്കെ ഈ ഉദ്യോഗസ്ഥരാണ്, ജീവനക്കാരാണ് ഈ വീഴ്ചകൾക്കെല്ലാം പിന്നിൽ എന്ന് പറയുന്നു. ഇപ്പോൾ തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അത് ആ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഏതെങ്കിലും ഈ കണക്കറിയാത്ത ആൾക്കാരല്ല, ദേവസ്വം ബോർഡിൻ്റെ തന്നെ പ്രത്യേക ഓഡിറ്റ് വിഭാഗമാണ് ഇത് തയ്യാറാക്കിയത്. ഇത്ര ലാഘവത്തോടു കൂടിയാണോ ഇവർ ഈ കണക്കുകളൊക്കെ തയ്യാറാക്കുന്നത്? ഈ തട്ടിപ്പുകൾ അതൊരു തുടർ പരമ്പരയായി അവിടെ നടന്നു വരുന്നു എന്നുള്ളതല്ലേ അത് തെളിയിക്കുന്നത്? ഇങ്ങനെ ഈ നിലയിലൊക്കെ കണക്കെഴുതി ഈ പണം ആ നിലയിലൊക്കെ മാറ്റാം എന്നൊരു പക്ഷേ അവർക്ക് തോന്നിയതാകാമോ? കാരണം ഇങ്ങനെ ഒരു റിപ്പോർട്ട് അത് കേരള ഹൈക്കോടതിക്ക് മുന്നിൽ കൊടുക്കേണ്ട ഒരു റിപ്പോർട്ടിൻ്റെ കാര്യത്തിലാണ് ഇത്ര ലാഘവത്തോടുകൂടി ഇപ്പോൾ പറയുന്നു ഇത് ആ കണക്ക് തയ്യാറാക്കിയതിലെ പിഴവാണ് എന്ന കാര്യമൊക്കെ. ഏതായാലും ഒരു ഹൈക്കോടതിക്ക് മുന്നിലേക്ക് കൊടുക്കുന്ന ഒരു റിപ്പോർട്ടാണ്, ഒരു കണക്കാണ് എന്ന ഒരു പരിഗണനയെങ്കിലും ഈ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും ഓഡിറ്റ് വിഭാഗത്തിനും അത് കൊടുക്കാൻ നിയുക്തരായ ഭരണ തലപ്പത്തുള്ളവരൊക്കെ കാണിക്കേണ്ടതായിരുന്നില്ലേ? ഈ കൊള്ളയ്ക്ക് കൂട്ടുപിടിക്കുകയല്ലേ യഥാർത്ഥത്തിൽ അവരൊക്കെ ചെയ്തത്? ഷഫീദ്. ദിലീപ് കുമാർ, ഉറപ്പായിട്ടും. കാരണം 1980 മുതൽ ശബരിമലയിൽ നടക്കുന്ന കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. നമ്മൾ കണ്ടതാണ് സ്വർണ്ണക്കൊള്ള, ആടിയെന്ന ഈ ക്രമക്കേട്, അതേപോലെ ജീവനക്കാരുടെ പണമയപ്പടക്കമുള്ള വിവാദങ്ങളിൽ ഉദ്യോഗസ്ഥ തലത്തിലെ അലംഭാവം അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും അത് ഈ കൊള്ളയ്ക്ക് വഴിയൊരുക്കുന്നത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ജയിലിലായിരുന്നു നമ്മൾ കണ്ടതാണ്. നിലവിൽ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത് അതിൽ ഈ കണക്കുകൾ ഹൈക്കോടതിക്ക് മുൻപിലേക്ക് റിപ്പോർട്ടുകൾ വേഗത്തിൽ കൊടുക്കേണ്ടതിനാൽ ആ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നതിലടക്കം ചില വീഴ്ചകൾ വന്നു. മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട ഈ ഇവന്റ് ഏൽപ്പിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയപ്പെടുന്ന കമ്പനിക്ക് അവർ നൽകിയിട്ടുള്ള രേഖകളടക്കം വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യമാണ് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത്. പക്ഷെ അത് ദേവസ്വം ബോർഡിന്റെ തന്നെ വീഴ്ചയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഇത്രയും വലിയ കോടികൾ മുടക്കിയ ഒരു പരിപാടി ശബരിമലയിൽ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ സ്പോൺസർഷിപ്പ് തുക അടക്കമുള്ള കാര്യങ്ങൾ അത് ഏത് രീതിയിൽ ഓഡിറ്റ് ചെയ്യപ്പെടണം എന്നുള്ള കാര്യത്തിൽ ദേവസ്വം ബോർഡിന് വ്യക്തതയില്ല എന്ന് പറയുന്നത് അത് വലിയ തരത്തിൽ വീഴ്ചയാണ്. മാത്രമല്ല 5 കോടി രൂപ ഒരു സ്പെഷ്യൽ അക്കൗണ്ടായി മാറ്റുന്നു. ആ 5 കോടിയിൽ നിന്ന് 3 കോടി രൂപ ഈ ഇവന്റ് മാനേജ്മെന്റിന് നടത്തിപ്പിനായി കൊടുക്കുന്നു. ബാക്കി തുക എത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും പറയുന്നത് ധനലക്ഷ്മി ബാങ്ക് നൽകിയ 2 കോടിയും കേരള ബാങ്ക് നൽകിയ 1 കോടി രൂപയും അത് 3 കോടി രൂപ ഈ അക്കൗണ്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവശേഷിക്കുന്ന തുക 1,74,00,000 രൂപയാണ്. മാത്രമല്ല അദാനി ഗ്രൂപ്പിന്റെ പണം അത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അത് കിട്ടാനുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലീറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഇതുവരെയും ഹൈക്കോടതിക്ക് മുൻപിൽ കുറ്റമില്ലാതെ സമർപ്പിക്കാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഈ ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവ് ഇതുമായി ബന്ധപ്പെട്ട് വരും. എന്നാൽ അതിൽ ആർക്കൊക്കെ ഭക്ഷണം നൽകണം, ഏത് രീതിയിൽ ആ ഭക്ഷണം ക്രമീകരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ദേവസ്വം ബോർഡ് നടത്തിപ്പിന് വീഴ്ച സംഭവിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം. 17-ന് ദേവസ്വം ബോർഡ് യോഗം ചേരുന്നുണ്ട്. വിശദമായി ഇക്കാര്യങ്ങൾ ചർച്ച
ചർച്ച ചെയ്യുമെന്ന് കെ ജയകുമാർ ഈ വിവാദങ്ങളുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. അതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി ദേവസ്വം ബോർഡ് എടുക്കുന്ന തുടർ നിലപാട് നിർണായകമായി മാറുകയും ചെയ്യും. ദിലീപ് കുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടക്കുന്ന കൊള്ളയുടെയും തട്ടിപ്പുകളുടെയും ഒക്കെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നത് അത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയെടുത്ത ഒരു കണക്കാണ് എന്നാണ്. കേരള ഹൈക്കോടതിക്ക് മുന്നിൽ സമർപ്പിച്ച ഒരു കണക്കിനെ കുറിച്ചാണ് ഈ ലാഘവത്തോടുകൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നത് എന്ന കാര്യം കൂടി പ്രേക്ഷകർ അറിഞ്ഞിരിക്കുക. എത്ര വലിയ തട്ടിപ്പുകൾ അവിടെ നടന്നിരിക്കുന്നു എന്നതിൻ്റെ തുടർച്ച. ഒരു ഓഡിറ്റ് വിഭാഗമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഈ ഓഡിറ്റ് വിഭാഗം ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ കണക്കാണിത്. ഇങ്ങനെ രസീതുകളോ വൗച്ചറുകളോ ഒന്നും പരിശോധിക്കാതെ ഒരു കണക്കുകൾ തയ്യാറാക്കുക എന്നത് ഒരുപക്ഷെ അവിടുത്തെ കീഴ്വഴക്കമാകാം. പക്ഷേ കേരള ഹൈക്കോടതിക്ക് മുന്നിൽ കൊടുക്കുന്ന ഈ റിപ്പോർട്ടുകളിലെങ്കിലും സത്യസന്ധത പുലർത്തേണ്ടതാണ്. ഏതായാലും ഇതിന് വീഴ്ച വരുത്തിയവർക്കെതിരെ, ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നവർക്കെതിരെ, കൊള്ള നടത്തിയവർക്കെതിരെയൊക്കെ നടപടി വരും എന്ന് പ്രതീക്ഷിക്കാം. ചൊവ്വാഴ്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിർണായക യോഗം ചേരാനിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.